നമുക്ക് പൈനാപ്പിൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആയത് തന്നെ നമുക്ക് കുറച്ച് പൈനാപ്പിൾ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സോസ് പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് 1 കപ്പ് ഫ്രഷ് പൈനാപ്പിളാണ് എടുത്തേക്കുന്നത്. നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. പൈനാപ്പിളിന് ആവശ്യത്തിനുള്ള മധുരം, അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ ഈ പൈനാപ്പിളിലോട്ട്. നന്നായിട്ട് ഇത് ഇളക്കി ഈ പൈനാപ്പിൾ ഈ പഞ്ചസാര സിറപ്പിൽ കിടന്ന് ഒന്ന് വെന്ത് വന്നോട്ടെ നന്നായിട്ട്. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ കിടന്ന് ഒന്ന് വേവട്ടെ കേട്ടോ. തീ മീഡിയം തീയിലാക്കി വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. മീഡിയം തീയിലിരുന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ. നമ്മുടെ പഞ്ചസാര സിറപ്പൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നോട്ടോ. നമ്മൾ ചേർത്ത് കൊടുത്ത പഞ്ചസാരയും പൈനാപ്പിളും എല്ലാം കൂടി നന്നായിട്ട് വെന്ത് ഈ ഒരു ഫോമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. വെള്ളം നന്നായിട്ട് വറ്റി തുടങ്ങി, അധികം വെള്ളം ഇല്ലാത്തൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ ഈ പൈനാപ്പിൾ കാരമലൈസ് ചെയ്ത് വെച്ചേക്കണത് നന്നായിട്ട് തണുക്കണം കേട്ടോ. നമ്മുടെ പൈനാപ്പിൾ റെഡിയാക്കി വെച്ചേക്കണം നന്നായിട്ടൊന്ന് തണുക്കണം. അപ്പോൾ ചൂടാറാനായിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്കപ്പോൾ അതിന് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് എപ്പോഴും ചെയ്യാനുള്ള പോലെ തന്നെ അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു അരിപ്പ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ നന്നായിട്ട് ഉണങ്ങിയ ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 3 കപ്പ് മൈദപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പൊടി അരിച്ചിട്ടുണ്ട്. അത് നമുക്ക് അരിച്ച് മാറ്റി വെക്കാം കേട്ടോ. ഇവിടെ ഞാനൊരു മിക്സിയുടെ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 4 ചെറിയ കോഴിമുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട ആയിരിക്കണം കേട്ടോ. ഈ കോഴിമുട്ടയിലോട്ട് 1.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ പൈനാപ്പിൾ എസൻസ് ചേർക്കണം. നന്നായിട്ട് ഇനി ഇത് അടിച്ചെടുക്കണം കേട്ടോ. 1 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നമ്മുടെ പഞ്ചസാര നന്നായിട്ട് അലിയിക്കണം കേട്ടോ. ഈ അടിച്ച മുട്ടയുടെ മിക്സിലോട്ട് ഒരു 1.5 കപ്പ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുങ്ങിയ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ഉരുക്കിയത് ഒരു 1.5 കപ്പ് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. കുറച്ചും കൂടി ഫ്ലഫി ആയിട്ട് കിട്ടുന്നത് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നതാണ്. ഇതൊന്നും കൂടി നന്നായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വന്നാൽ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് പോലെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന നമ്മുടെ പൈനാപ്പിൾ ഇതാ നന്നായിട്ട് തണുത്ത് റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടയുടെയും ഓയിലിൻ്റെയും പഞ്ചസാരയും പൈനാപ്പിൾ എസൻസും കൂടിയുള്ള മിക്സ് ചേർത്ത് വെക്കാം കേട്ടോ. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ബേക്കിംഗ് സോഡയുടെയും മൈദയുടെയും മിശ്രിതം ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറേശ്ശെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഏകദേശം 1.5 കിലോൻ്റെ അടുത്ത് തൂക്കം വരുന്ന ഒരു സ്പോഞ്ച് പൈനാപ്പിൾ കേക്കാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിലോട്ട് കളറ് കിട്ടണമെന്നുണ്ടെങ്കിൽ യെല്ലോ ഫുഡ് കളറ് ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിന്ന് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. എനിക്ക് ഫുഡ് കളർ ചേർക്കുന്നത് അത്ര ഇഷ്ടമല്ല പേഴ്സണലി. അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി നല്ല യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഫുഡ് കളർ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കേക്ക് ടിന്നിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കേക്കിന് നേരത്തെ ഓയിലും മൈദപ്പൊടിയും തൂകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ വീഡിയോസിനും ചെയ്യുന്നുള്ളത് കൊണ്ട് കാണിക്കുന്നില്ല. റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലോട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഒരു ടിന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ടിന്നല്ല, ഒരു പാത്രം. ഒരു 10 മിനിറ്റ് മുമ്പ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചതാണ് കേട്ടോ. പാത്രത്തിൻ്റെ ഉള്ളിൽ ഒന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ഒരു റിങ് വെച്ചിട്ടുണ്ട്, ഒന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളൂ കേട്ടോ. അലൂമിനിയത്തിൻ്റെ ഒരു പാത്രമാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മുടെ കേക്ക് ടിന്ന് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ. കൈ ഒന്നും അരികത്ത് മുട്ടരുത്, ശ്രദ്ധിച്ച് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മൂടി വെച്ചിട്ട് അടച്ചു കൊടുക്കാം കേട്ടോ. മൂടി വെച്ച് അടച്ചു കൊടുക്കുക. അതിന് ശേഷം ഇതിന്റെ പൊക്കത്തോട്ട് വെയിറ്റ് ഉള്ള എന്തെങ്കിലും സാധനം ഒന്ന് കയറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ എന്താ ഇവിടെ ഞങ്ങളുടെ പഴയൊരു അമ്മിയുടെ ഒരു കുഞ്ഞമ്മി ഉണ്ടായിരുന്നു, അതാണ് കയറ്റി വെച്ചേക്കണത്. ഇനി ഇതൊരു ഏകദേശം 1 മണിക്കൂർ എടുക്കും. 1 മണിക്കൂർ എടുക്കും അവിടെ ഒന്ന് ബേക്ക് ആവട്ടെ. അരമണിക്കൂർ കഴിയാതെ ഒരു കാരണം വെച്ചാലും നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചാൽ തുറന്ന് നോക്കരുത്. അപ്പോൾ അരമണിക്കൂറിന് ശേഷം വേണമെങ്കിൽ തുറന്ന് ചെക്ക് ചെയ്യാം. പക്ഷെ 1 മണിക്കൂർ ഡെഫിനറ്റ്ലി എടുക്കും. നമ്മൾ ചെറിയ തീയിലല്ലേ വെച്ചേക്കണത്. അപ്പോൾ കേക്ക് ബേക്ക് ആയതിനു ശേഷം നമുക്കിനി അത് എടുക്കാം കേട്ടോ. അവിടെ നിന്ന് ബേക്ക് ആവട്ടെ കേട്ടോ. നമ്മുടെ പൈനാപ്പിൾ കേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ സ്പോഞ്ച് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ.
സ്പോഞ്ചി ആയിട്ടുള്ള പൈനാപ്പിൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും വീഡിയോയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറന്നു പോകരുത്. നമുക്കപ്പോൾ ഇതേപോലത്തെ അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അതേപോലെ സ്റ്റേ ഹെൽത്തി. ബൈ.